സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹംദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രീമൻ നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് സൃഷ്ടിയെക്കുറിച്ചാണ്. ബ്രഹ്മദേവൻ രജോ ഗുണം അധികരിച്ചത് മൂലം സൃഷ്ടിക്കാനായി ആഗ്രഹിച്ചതിനെ തുടർന്ന് തപ 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 എന്ന വാക്ക് ആകാശത്തിൽ നിന്ന് കേട്ടു. അശരീരി, ശരീരമില്ല, എവിടുന്നാ പറഞ്ഞു വെക്കുമ്പോൾ ഈശ്വരഗത്യാ കേട്ടതാണ്. തപസ്സനുഷ്ഠിക്കാതെ ഈശ്വര ഉപാസന ചെയ്യാതെ ഈ ലോകത്തിൽ ഒരു കാര്യം പോലും തുടങ്ങിയാൽ നേരെയാവില്ല, വിജയിക്കില്ല. എല്ലാറ്റിൻ്റെ പിന്നിലും ഒരു തപസ്സുണ്ട് എന്നാണ്. ഇപ്പം നാരായണീയ എഴുതിയതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു തപസ്സുണ്ട്. എത്രയോ ദിവസം മെനക്കെട്ടിട്ടാണ് ഓരോ ദശക എഴുതി തൃപ്പടിയമ്പിൽ വെച്ചത്. അതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും നാരായണീയം വായിക്കണം. നാരായണീയത്തെ പറ്റി കേൾക്കാത്തവരോ വായിക്കാത്തവരോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ആവാത്തവരോ ഒന്നുണ്ടോ ലോകത്തിൽ? അതെന്താ കാരണം? അദ്ദേഹത്തിൻ്റെ തപസ്സാണ് എന്നാണ് പറയണത്. ഭാഗവതം ഈ ഗ്രന്ഥങ്ങളൊക്കെ എത്രയോ തപസ് ചെയ്തിട്ടല്ലേ എഴുതിയത്. വെറുതെ എഴുതാൻ പറ്റുമോ? അതിന്നും ലോകത്തിൽ നിലനിൽക്കണു. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കാര്യവും വിജയിക്കുകയും ഒരുപാട് ദീർഘകാലം ഈ ലോകത്തിൽ നിലനിൽക്കുകയും ചെയ്യുള്ളൂ. സൃഷ്ടിക്കും അത് ആവശ്യമാണ്. തപ തപ. അപ്പോൾ ബ്രഹ്മദേവൻ ആരാണ് തന്നോടിത് പറഞ്ഞത് എന്ന് ചുറ്റുപാടും നോക്കി അതിനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകം. കോസോ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷോ ദീക്ഷ്യ കിമപ്യനീക്ഷിതവതാം വാക്യാർത്ഥമുത്പശ്യതാം ദിവ്യം വർഷതഹത്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. പറയണം, ആരാണ് എന്നോട് തപ തപ എന്ന് പറഞ്ഞത്? കോസൗ, ആരാണ്? കോ കാ എന്ന് പറഞ്ഞാൽ ആരാണ്? അസൗ, ഏതൊരു പുമാനാണ്, ഏതൊരു ആളാണ്? കോസൗ എന്നുള്ള ആരെ ഉദ്ദേശിച്ച അതുണ്ട് എന്നാണ്, ആ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ. സൗ, കോ അസൗ, എവിടെയാണ് എന്നോട് പറയുന്നത്? ജലാപൂർണേ ജഗന്മണ്ഡലേ, ജലം നിറഞ്ഞിരിക്കുന്ന ജഗൻ മണ്ഡലത്തിൽ, എല്ലാ ലോകങ്ങളും അടങ്ങിയ ജഗൻ, അതിനാണ് ജഗന്മണ്ഡലം. ഈ വിശ്വം അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ മുങ്ങിയിട്ടാണല്ലോ നിൽക്കുന്നത്. ജലം നിറഞ്ഞതായ ഈ 14 ലോകം അടങ്ങുന്ന ആ ഒരു സംഗതിയിൽ, ജലാപൂർണേ ജഗന്മണ്ഡലേ, ജലം നിറഞ്ഞതായിട്ടുള്ള ലോകത്തിൽ, കോ സൗ, ആരാണ് എന്നോട് ഇത് പറഞ്ഞത്? മാം അവദത്, പറഞ്ഞത്. ജലാപൂർണേ ജഗന്മണ്ഡലേ കോ സൗ മാം അവദത് ഇതി, ജലം നിറഞ്ഞിട്ടുള്ള ഈ ലോകത്തിൽ ആരാണ് ഇതെന്നോട് പറഞ്ഞത്? അവദത്, പറഞ്ഞു. മാം, എന്നോട്. മാം, എന്നോട്. മേ, എനിക്ക് എന്നൊക്കെയുണ്ട്. അപ്പം മേ, മാം അവദത്, എന്നോട് പറഞ്ഞത്. കോ സൗ, ആരാണ്? ഏതൊരു പുമാനാണ്? ഏതൊരു വ്യക്തിയാണ്? പുമാൻ, വ്യക്തി, പുരുഷൻ. മാം അവദത്, എന്നോട് പറഞ്ഞു. ജലാപൂർണേ ജഗന്മണ്ഡലേ കോസോ പുമാൻ മാം ഇതി അവദത്, ഏതൊരാളാണ് എന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞത്? എപ്രകാരം? തപ തപ എന്ന വാക്ക് പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ദിക്ഷു ദീക്ഷ്യ കിമപി അനീക്ഷിതവത. ദിക്ഷു എന്ന് പറഞ്ഞാൽ ദിക്കുകൾ, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആവാം. അതിൻ്റെ ഇടയിലുള്ള ദിക്കുകളും ആവാം. തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ഒക്കെ കൂടിയതാണ് ദിക്ക്, ദിക്ഷു എന്ന് പറയുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറുമുണ്ട്,
അതേപോലെ തന്നെ വടക്ക് തെക്ക്, വടക്ക് കിഴക്ക് ആയിട്ടുള്ളതുമുണ്ട്. അങ്ങനെയുള്ള ദിക്കുകൾ ദിക്ഷുദ്ദീക്ഷ്യ, ആ ദിക്കുകളിലേക്ക് ഉദ്ദീക്ഷ്യ, നോക്കി. ഒരു വശത്തേക്ക് നോക്കി കണ്ടില്ല, വേറൊരു വശത്തേക്ക് നോക്കി കണ്ടില്ല, പിന്നെ ഒരു വശത്തേക്ക് നോക്കി അവിടെയും കണ്ടില്ല. അപ്പോൾ നാലാമത്തെ ദിക്കിലേക്കാണല്ലോ പിന്നെ നോക്കുക, അവിടെ നോക്കി കണ്ടില്ല. ചുരുക്കം എവിടെയും 4 വശം നോക്കിയിട്ടും കണ്ടില്ല. ദിക്ഷു ഉദ്ദീക്ഷ്യ, നോക്കിയിട്ട്. ദിക്ഷു ദിക്കുകളിലേക്ക്, ഉദ്ദീക്ഷ്യ നോക്കിയിട്ട്. ദിക്ഷുദ്ദീക്ഷ്യ. അപ്പം എന്തുണ്ടായി? കിമപി അനീക്ഷിതവത, ഒന്നും തന്നെ കണ്ടില്ല. അനീക്ഷിത കാണാതിരുന്നപ്പോൾ. നീക്ഷിത കാണുക, അനീക്ഷിത കാണാതിരിക്കുക. കിമപി അനീക്ഷിതവത, 4 ദിക്കിലേക്ക് നോക്കിയിട്ട് യാതൊന്നും കാണാതെ. എന്താ ഇപ്പം ഇത്? ആളുമില്ല, ഒന്നുമില്ല, ശരീരവും ഇല്ല, ശബ്ദം മാത്രം കേട്ടു. തപ 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 തപ. മിക്കവാറും ഇത് ഈശ്വരൻ തന്നെ ആവണം. ഇപ്പം ബ്രഹ്മാവ് കോസോ ജലാപൂർണേ ജഗന്മണ്ഡലേ മാം ഇതി അവദത്, ആരാണ് ജലം നിറഞ്ഞ ഈ ലോകത്തിൽ എന്നോട് ഇപ്രകാരം പറഞ്ഞത് എന്ന് ചിന്തിച്ച് ദിക്ഷു ഉദ്ദീക്ഷ്യ, ദിക്കുകളിലേക്ക് നോക്കിയിട്ട് കിമപി അനീക്ഷിതവത, യാതൊന്നും കാണാതെ എന്ത് ചെയ്തു? വാക്യാർത്ഥമുത്പശ്യത, വാക്കിൻ്റെ അർത്ഥം ചിന്തിച്ചു. ആര് പറഞ്ഞാലും എന്താ ഈ പറഞ്ഞത് നോക്കുക, തപസ്സനുഷ്ഠിക്കാനാണ്. അപ്പം മിക്കവാറും ഇത് ദേവവാക്യമാവണം എന്നങ്ങനെ ചിന്തിച്ച് വാക്യാർത്ഥമുത്പശ്യത, ആ വാക്കിൻ്റെ അർത്ഥത്തെ ആലോചിച്ചറിഞ്ഞ് തപ 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 തപ, തപസ് ചെയ്യുക. രണ്ടാമത്തെ ആളോട് പറയുമ്പോഴാണ് ഈ തപ തപ എന്ന് വരണത്. തപശ്ചര, സെക്കൻഡ് പേഴ്സൺ തപ തപ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും വാക്യാർത്ഥം ഉത്പശ്യത, ആ വാക്യത്തിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞ് എന്ത് ചെയ്തു? തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. തേന ആരാധിത ത്വം ആരാധിത, സർവേശ്വര അങ്ങ് ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടു, അങ്ങ് ബ്രഹ്മാവിനാൽ തപസ്സനുഷ്ഠിക്കപ്പെട്ടു. ആരെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു? അങ്ങേ ഉദ്ദേശിച്ച് തപസ് ചെയ്തു. അങ്ങല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ ഈശ്വരനായിട്ട്. ഉണ്ടോ? അപ്പോൾ ആരെക്കുറിച്ചാണ് തപസ് ചെയ്യുക? സംശയിക്കാനില്ല. അങ്ങയെ തപസ് ചെയ്തു. എത്ര കാലം? ദിവ്യം വർഷതഹസ്രം ആത്തതപസ, 1 കൊല്ലവും 2 കൊല്ലമൊന്നുമല്ല, ആയിരക്കണക്കിന് കൊല്ലം, സഹസ്രം. അതും ഏത് പ്രകാരത്തിലുള്ള കൊല്ലം? ബ്രഹ്മാവിൻ്റെ കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലമല്ല. കൃതം ത്രേതാദാപരങ്കലി എന്ന് പറഞ്ഞാൽ ഒരു പകലും, അനതർ കൃതം ത്രേതാദാപരികലം എന്ന് പറഞ്ഞാൽ രാത്രിയും. അങ്ങനെ ഒരു ദിവസം കൂടി 365 ആ 365 പ്രകാരം ഉള്ള വർഷങ്ങൾ. അപ്പം എത്ര വർഷം തപസ് ചെയ്തിട്ടുണ്ടാവും? ഈശ്വരാനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഭഗവാനെ ഉപാസിച്ച് ഒരു ഘട്ടത്തിലെത്തണമെങ്കിൽ വളരെ വിഷമമുണ്ട്. ഗുരുനാഥന്മാരൊക്കെ പറയുന്ന ചിന്ത ഉരുള ഉരുട്ടിണ്ടണ പോലെയല്ല എന്ന്. ഏത് വിദ്യ പഠിക്കുമ്പോഴും ഉണ്ട് അതിൻ്റേതായ വിഷമം. പ്രത്യേകിച്ച് ഈശ്വരീയ മാർഗമാവുമ്പോൾ അതങ്ങനെ ഇങ്ങോട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വരണ ഒരു കാര്യമല്ല. അതിപ്പോൾ അത് എന്തായാലും പരിശ്രമിക്കാണ്ട് കിട്ടുമോ? 4 കൊല്ലം 5 കൊല്ലം MBBS പഠിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടണോ? ജീവികളെ കീറിയിട്ടും മുറിച്ചിട്ടും ഇല്ലേ തീസിസ് എഴുതി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെന്തിനാ അത് ചെയ്യണം? കഴിഞ്ഞ ഒരു നടത്തണ്ടല്ലേ, ടെലസ്കോപ്പൊക്കെ കഴുത്തിൽ കാറിൻ്റെ ഒരു പ്ലസ്സൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അത് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യണം? 3 കൊല്ലം പഠിക്കണത്. അപ്പോൾ ഒരു നേട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ടാവും. ആ കഷ്ടപ്പാട് സഹിച്ച് നേട്ടം ഉണ്ടാക്കുന്നവനാണ് ബുദ്ധിമാൻ, പരിശ്രമശാലി. അല്ലാണ്ട് കഷ്ടപ്പെടാനൊന്നും വയ്യ, എനിക്ക് നേട്ടവും വേണ്ട എന്ന് പറഞ്ഞാൽ അവനെ നമ്മളെന്താ പറയുക? വിട്ടി, പൊട്ടൻ അല്ലേ? കാര്യപരിശ്രമത്തിന് കഴിവില്ലാത്തവൻ, അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ. ബ്ലാക്ക് മാർക്ക് നെഗറ്റീവുകളെ അവനുള്ളൂ. നല്ല കാര്യമൊന്നുമില്ല. മടിയന്മാർക്ക് എന്തെങ്കിലും നല്ല പേരുണ്ടോ? അധ്വാനിച്ച് പരിശ്രമിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവർക്കാണ്
നേട്ടങ്ങളും പേരും പ്രസിദ്ധി അംഗീകാരവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈശ്വരകാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ മടി കാണിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പരിശ്രമിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ദിവ്യം വർഷസഹസ്രം ആത്ത തപസ, എടുക്കപ്പെട്ട, ആത്ത എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ട എന്നാണ്. ആത്ത തപസ, എടുക്കപ്പെട്ട തപസ്സോട് കൂടിയിട്ട് എന്ത് കണ്ടെത്തി? വൈകുണ്ഠത്തെ കണ്ടെത്തി. എങ്ങനത്തെ വൈകുണ്ഠം? സ്വനിലയമേകാത്ഭുതം. സർവേശ്വര, അങ്ങയുടെ നിലയമായിട്ടുള്ളതും അത്ഭുതാകാരമായിട്ടുള്ളതും, അതിനോട് തുലനം ചെയ്യാൻ വേറൊന്നുമില്ല. വൈകുണ്ഠത്തെ പോലെ എന്ന് പറയാൻ വേറൊരു സംഗതി ഇല്ലാത്ത അതുലിതമായിരിക്കുന്ന ഏക അത്ഭുതം, അത്ഭുതമായിരിക്കുന്ന വൈകുണ്ഠം ദർശിതവാൻ, കണ്ടല്ലോ. പരിശ്രമിച്ചു, ബലം കിട്ടി. എങ്ങനെ ബലം കിട്ടി? സാധാരണക്കാർക്കൊന്നും കിട്ടാത്ത ബലമാണ് വൈകുണ്ഠാനുഭവം അല്ലേ. പാലക്കാടും കോഴിക്കോടും പോയി പറഞ്ഞാൽ ഞാൻ വൈകുണ്ഠം വരെ ഒന്ന് പോയിട്ട് വരാം. വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? കിട്ടുമോ? അതാണ് തപസ് കൊണ്ട് കിട്ടേണ്ടത്. അതുകൊണ്ടേ കിട്ടൂ. കാശ് കയ്യിൽ വെച്ചാൽ അവിടെ ഇരിക്കാമെന്നല്ലാണ്ട് അതുകൊണ്ടെത്താൻ പറ്റുന്ന സ്ഥലമല്ല വൈകുണ്ഠം. സ്വനിലയം ഏകാത്ഭുതം വൈകുണ്ഠം. തൻ്റെ നിലയമായിരിക്കും, അങ്ങയുടെ നിലയമായിരിക്കുന്ന അത്ഭുതങ്ങളോടുകൂടി അത്ഭുതാകാരമായ വൈകുണ്ഠം ദർശിതവാൻ. എവിടുന്ന് കിട്ടി? ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ്. എടുത്തുകൊടുന്നൊന്നുമല്ല. അധികാരത്തിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, ഫീസ് അടച്ചിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, GST അടച്ചാൽ കിട്ടണതല്ല, ഒന്നുകൊണ്ടും കിട്ടില്ല. ഒന്നോണ്ടേ കിട്ടുള്ളൂ. വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ. ഭഗവാൻ കാണിച്ചു കൊടുക്കണം. ഭഗവാന്റെ സങ്കല്പം ഉണ്ടാവണം. ഭഗവാനെ ഉപാസിക്കണം. അതുണ്ടാവണം വെച്ചാൽ ഭഗവാന്റെ ഉപാസന നല്ലപോലെ വേണം. അപ്പോഴേ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ദിവ്യം വർഷസഹസ്രം ആത്ത തപസ, അനവധി ദിവ്യവർഷക്കാലം എടുക്കപ്പെട്ട തപസ്സിൻ്റെ ബലമായി ഏകാത്ഭുതം വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ. വൈകുണ്ഠ ദർശനം ആ ബ്രഹ്മാവിന് ഉണ്ടായി. കോസോ പുമാൻ, ആരാണ് എന്നോടിത് പറഞ്ഞത് എന്നങ്ങനെ വിചാരിച്ച് ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷ്യ, ജലം നിറഞ്ഞ ഈ ലോകത്തിൽ എല്ലാ ദിക്കുകളിലേക്കും ഉദ്ദീക്ഷ്യ നോക്കിയിട്ടോ കിമപി അനീക്ഷിതവധ, യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ വാക്യത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു. ദിവ്യം വർഷസഹസ്രം ആത്തതപസ വാക്യാർത്ഥമുത്പശ്യത. ആ വാക്യാർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചറിഞ്ഞ് തപസ് ചെയ്യാനാണ് വാക്യം എന്ന് മനസ്സിലാക്കി. അതാണ് പറയുന്നത് വാക്യാർത്ഥം ഉത്പശ്യത. ആ വാക്യത്തിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ച് ദിവ്യം വർഷസഹസ്രം ആത്തതപസ. എങ്ങനെ തപസ് ചെയ്തു? 1000 ദിവ്യവർഷക്കാലം. നമ്മുടെ 365 ദിവസം കൂടിയ വർഷങ്ങളല്ല. ആ കാലഘടനയൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര വർഷങ്ങൾ കൂടിയതാണ് എന്ന്. ആ വർഷപ്രകാരമുള്ള അനവധി വർഷങ്ങളാണ് ബ്രഹ്മദേവൻ തപസ് ചെയ്തത്. ദിവ്യം വർഷം എന്നവിടെ പറഞ്ഞതാണ്, സാധാരണ വർഷം അല്ല. ആരാധിതത്വം, അങ്ങയെ ആരാധിച്ചപ്പോഴോ സ്വനിലയമേകാത്ഭുതം വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ. ഏകാത്ഭുത സ്വരൂപത്തോടു കൂടിയുള്ള അങ്ങയുടെ നിലയം, സ്വനിലയം ദർശിതവാൻ, കാണിച്ചു കൊടുത്തു. ബ്രഹ്മാവ് കാണാനുള്ള ഭാഗ്യം ചെയ്തു എന്നർത്ഥം. കോസോ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത. ദിവ്യം വർഷസഹസ്രം ആത്തതപസ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. ഈ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠം എങ്ങനെയാണ് എന്നാണ് 3 ശ്ലോകങ്ങളെ കൊണ്ട് തുടർന്ന് വർണ്ണിക്കുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.